ഹായ് ഫ്രണ്ട്സ്, ഈസി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നാച്ചുറലായ ഹെയർ ഡൈ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ 50-60 വയസ്സ് പ്രായമുള്ള അമ്മൂമ്മമാർക്കൊക്കെയാണ് മുടി നന്നായിട്ട് നരച്ചു പോകുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതശൈലിയൊക്കെ മാറിയ ഒരവസ്ഥയിൽ 20 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള എല്ലാവർക്കും, അധികം ആളുകൾക്കും വന്നിട്ട് മുടി നരയ്ക്കുന്ന ഒരു പ്രശ്നം ധാരാളമായി കണ്ടുവരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ എന്താ ചെയ്യുക? കെമിക്കൽ അമോണിയ പോലുള്ള അടങ്ങിയിട്ടുള്ള കെമിക്കൽ ഹെയർ ഡൈസ് ഒക്കെ വാങ്ങി ഉപയോഗിക്കും. പക്ഷേ അതിന് ഒരുപാട് പാർശ്വഫലങ്ങളുണ്ട്. ഹെയർ ഡ്രൈ ആകുക, ഹെയർ ഫോൾസ് ഉണ്ടാകുക, സ്പ്ലിറ്റ് എൻഡ് ഉണ്ടാവുക, ഡാൻഡ്രഫ്, അലർജി പ്രശ്നങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് പാർശ്വഫലങ്ങളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഹെയർ ഡൈ നമ്മൾ തയ്യാറാക്കി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനാണെങ്കിൽ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ എങ്ങനെ ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ചുള്ള നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ആവശ്യം. ഇരുമ്പിൻ്റെ ചട്ടിയോ ചീനച്ചട്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ദോശക്കല്ലോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് കോഫി പൗഡറാണ് നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കോഫി പൗഡർ നമ്മൾ എടുക്കുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിൽ ഒരുപാട് കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു, പ്രോസസ്സൊക്കെ നടന്നു വരുന്നതല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ നാച്ചുറലായിട്ടുള്ള, അതായത് നമ്മുടെ സാധാരണയായിട്ടുള്ള കാപ്പിപ്പൊടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മളിതാ ഒരു കാസ്റ്റർ ഓയിൽ, അതായത് ആവണക്കെണ്ണ എന്ന് പറയില്ലേ, ആ ഓയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇതുപോലൊരു മൂടിക്ക്, അടപ്പിന് ആ ഒരു മൂടി നമുക്ക് വേണമെങ്കിൽ ഈ ഓയിലൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് നമുക്ക് ആ കാപ്പിപ്പൊടി മിക്സ് ചെയ്യാനുള്ള പാകത്തിനുള്ള എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മളിവിടെ 2 മൂടി ഓയിലാണ് നമ്മൾ അതിലേക്ക്, ആവണക്കെണ്ണയാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 മൂടി നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ കാപ്പിപ്പൊടി ഒരു സ്പൂൺ വെച്ച് നല്ല പോലെ ഒന്ന് ആ എണ്ണയുമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അധികവും നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇരുമ്പ് പാത്രങ്ങളാണ് എടുക്കാറല്ലേ. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇരുമ്പ് പാത്രങ്ങളിൽ, അതായത് ഇരുമ്പിൽ ഫെറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നൽകാനും ഒക്കെ നമുക്ക് വളരെയധികം സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇരുമ്പ് പാത്രങ്ങൾ എടുക്കാൻ പറയുന്നത്. അത് ഇരുമ്പിലുള്ള ആ തുരുമ്പിലാണ് കൂടുതലായിട്ടും ആ ഫെറിക് ആസിഡ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഇരുമ്പ് പാത്രം കുറച്ച് തുരുമ്പെടുത്ത പാത്രമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഡൈ ഉണ്ടാക്കി അതിൽ വെക്കുകയാണെങ്കിൽ അതിലുള്ള ഫെറിക് ആസിഡൊക്കെ നമ്മുടെ ഡൈയിലേക്ക് പിടിച്ച് നമ്മുടെ മുടിയിലേക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല കറുപ്പായിട്ട് നമുക്ക് നല്ല ഒരു എഫക്റ്റീവായ ഒരു ഇതായിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് തുരുമ്പെടുത്ത പാത്രം ഇല്ല, നമ്മളുള്ളത് വെച്ച് നമ്മൾ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാപ്പിപ്പൊടി ഇങ്ങനെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കാപ്പിപ്പൊടിയും നമുക്ക് കഫെയിൻ അടങ്ങിയിട്ടുണ്ട്, അതും നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം തരാൻ നമുക്ക് സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മളിതാ കാപ്പിപ്പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളിതാ 2 ടേബിൾ സ്പൂണ് തൈരാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തൈരും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. തൈരിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തൈര് വന്നിട്ട് നമ്മുടെ മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ നാച്ചുറൽ ഡൈയിലേക്ക് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. അതുമാത്രമല്ല, തൈര് വെച്ച് നമ്മൾ ഹെയർ വാഷോ എന്ത് ചെയ്യുകയാണെങ്കിലും നല്ല മുടിക്ക് നല്ലൊരു തിളക്കവും ഒരു ഫിനിഷിങ്ങും ഒക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ തൈര് ഇതിങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്ന ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ മുടി വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്ന ഒരു എണ്ണയാണ്. മുടിക്ക് നല്ല കറുപ്പ് നിറവും നല്ല തിക്കോടുകൂടെ വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു എണ്ണയാണ് ആവണക്കെണ്ണ. അപ്പോൾ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത് ഒരുപാട് നമുക്ക് നല്ലൊരു ഹെയർ ഡൈ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് മുടി പെട്ടെന്ന് തന്നെ കറുപ്പിക്കാം. ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് നമ്മുടെ ചട്ടിയിലുള്ള ആ നമ്മുടെ ഇരുമ്പിലടങ്ങിയിരിക്കുന്ന ആ ഫെറിക് ആസിഡ് കൂടെ ഇതിലേക്ക് നല്ലപോലെ മിക്സ് ആവും. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളിങ്ങനെ ഡൈ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നീലയാമരിയുടെ പൊടിയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നീലയാമരി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നല്ല ഒരു ബ്രാൻഡിൻ്റെ തന്നെ ആയിരിക്കണം. അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളതൊന്നും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എഫക്റ്റീവ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ഒറിജിനലായിട്ട് നല്ലൊരു പ്രോഡക്റ്റ് തന്നെ, നല്ലൊരു ബ്രാൻഡിൻ്റെ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടണമെങ്കിൽ നല്ലൊരു ബ്രാൻഡ് തന്നെ ആയിരിക്കണം. നല്ല ഒറിജിനലായിട്ടുള്ള പ്രോഡക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച ആ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ.
ഇനി നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് നീലിയമരി പൗഡറാണ് നമ്മൾ ചേർത്തി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് നല്ല പോലെ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നീലിയമരിയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. മുടി നല്ല പോലെ വളരാനും മുടി നല്ല കറുപ്പായി വളരാനും മുടി വളർച്ച ത്വരിതപ്പെടുത്താനും ഒക്കെ നീലിയമരി വളരെയധികം സഹായിക്കുന്ന ഒരു ഔഷധ സസ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ഡൈയിലേക്ക് നമ്മളത് ആഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന നീലിയമരി നല്ല ഒറിജിനൽ സാധനമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ഒറിജിനലായിട്ടുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മൾ നീലിയമരിയൊക്കെ ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇരുമ്പിൽ അടങ്ങിയിരിക്കുന്ന ഫെറിക് ആസിഡ് നമുക്ക് നമ്മുടെ മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളർ തരാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മിശ്രിതം നന്നായിട്ട് ചുരണ്ടി നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ആ ചട്ടി ഒന്ന് നന്നായിട്ട് ചുരണ്ടി എടുക്കുക. അപ്പോൾ അതിൽ നിന്ന് ഇരുമ്പിൻ്റെ അംശവും കൂടെ അതിലേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ബ്ലാക്ക് കളറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ നമ്മുടെ ഈ ഡൈ. അപ്പോൾ ഇത് നമുക്ക് ജലദോഷം അങ്ങനെ സൈനസിൻ്റെ പ്രോബ്ലം ഉള്ള ആളുകൾക്കൊക്കെ കുറേ നേരം ഇത് തലയിൽ വെച്ചിരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ഇതിലേക്ക് ഒരു തുണ്ട് ചെറിയൊരു പീസ് പച്ചക്കർപ്പൂരം ഒന്നുകിൽ അതിലേക്ക് ഇടുക. ആ സമയം അത് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ജലദോഷം സൈനസിൻ്റെ പ്രോബ്ലംസും അതുമൂലം ഉണ്ടാകുന്ന തലവേദന അങ്ങനെ ഒന്നും ഉണ്ടാവാതെ തന്നെ നമുക്ക് ഈ ഹെയർ ഡൈ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മുടെ കയ്യിൽ പച്ചക്കർപ്പൂരം ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് പനിക്കൂർക്കയുടെ ഇല ഒരു 3-4 എണ്ണം നമ്മളെടുത്ത് ഇതിലേക്ക് നമ്മൾ ഒന്ന് പിഴിഞ്ഞ് ഇതുപോലെ ഒന്ന് കൈ വെച്ച് നല്ല ഞരടി കഴിഞ്ഞാൽ നമുക്ക് നിന്നും അതിൻ്റെ നീര് വരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ നമ്മളൊന്ന് ഞരടി അതിൻ്റെ നീരൊന്ന് എടുത്ത് നമ്മൾ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടെ ഒന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് നീർവീഴ്ചയും അങ്ങനെയുള്ള പ്രശ്നങ്ങളും സൈനസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഇത് നമുക്ക് ഉപയോഗിച്ച് കുറേ നേരം വെച്ച് നമുക്കിതൊന്ന് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു മണിക്കൂർ പറ്റുകയാണെങ്കിൽ 1 മണിക്കൂർ, അല്ലാത്തവർക്ക് ഒരു 20 മിനിറ്റ് അരമണിക്കൂറെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരു 2 ദിവസം നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുടി നല്ല ഒരു ബ്ലാക്ക് കളറിലേക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു 2 തവണ നമ്മളിത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷാമ്പു ഉപയോഗിച്ച് നമ്മൾ വാഷ് ചെയ്യരുത്. താളിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മളിത് വാഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയ ഉടനെ നമ്മളത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യരുത്. ഏകദേശം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ കൂടിയാൽ ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതിന് ശേഷം അല്ലെങ്കിൽ പറ്റാത്തവർക്കാണെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറെങ്കിലും ഇത് വെച്ചതിന് ശേഷം നമ്മളിത് ഹെയറിലേക്ക്, അതായത് എണ്ണമയമൊന്നും ഇല്ലാത്ത ഒരു ഹെയറിലേക്ക് തന്നെ നമ്മളത് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നാലേ നമ്മളത് മുടിയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഒരു മണിക്കൂറോളം നമ്മളത് വെക്കുകയാണ്, 1 മണിക്കൂർ 2 മണിക്കൂറോളം വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിയിലേക്ക് നല്ല പോലെ പിടിച്ച് കിട്ടും. അപ്പോൾ നല്ല മുടി നല്ല കറുപ്പായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത്. തൈര് വെച്ച് ചെയ്യുന്ന ഹെയർ ഡൈക്ക് തീരെ ഇത് കിട്ടുന്നില്ല, കളർ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നല്ല ഒരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. പ്രത്യേകം ഞാൻ പറയുന്നത് നീലിയമരിയുടെ പൊടി നല്ല ഒരു ബ്രാൻഡിൻ്റെ ആയിരിക്കണം, ഒറിജിനൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ ലോക്കലായിട്ടുള്ള എന്തെങ്കിലും പൊടി ചേർത്ത് നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻസൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറയുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.